മമ്മൂക്ക എന്ന് പറഞ്ഞാല് എൻ്റെ ആദ്യത്തെ സിനിമ അനശ്വരം, ആദ്യത്തെ ഹീറോ, ആദ്യത്തെ റൊമാൻറ്റിക് ഹീറോ, ഏത് രീതിയിലാണെങ്കിലും. സോ ഒബ്വിയസ്ലി ഇമോഷണലി ഐ എം വെരി നോസ്റ്റാൾജിക്, വെരി കണക്റ്റഡ് വിത്ത് ഹിം. ആൻഡ് പിന്നെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നതും മൂപ്പര് കൂടെ അഭിനയിച്ച പാലേരി മാണിക്യം. അപ്പോൾ സോ ഹീസ് ഓഫ് കോഴ്സ് ക്ലോസ് ടു മീ. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് ഐ നോ ഹിം ഫ്രം ബിഫോർ മൂവീസ്. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാല് ഗുഡ് ഫുഡ് ആൻഡ് ഫൺ, പിന്നെ എന്താ ഗുഡ് ഫുഡ് എന്ത് കഴിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവിടെ അതിൻ്റെ വെറൈറ്റി ഉണ്ടാവും. സോ മൂപ്പരുടെ കൂടെ ഞാൻ ഷോസ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ കൂടെ, ഒബ്വിയസ്ലി സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മയിൽ വരുമ്പോൾ എല്ലാം ഓഹോ ചില സമയത്ത് വരും മൂപ്പര് ആ ഫുഡിനെ പറ്റി ഒരു 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 സംസാരമുണ്ട്, അത് കേട്ടാൽ അപ്പൊ വിശന്നിട്ട് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഒരു ഫീൽ വരും. അങ്ങനെ കൊതിപ്പിച്ച് പറയുന്നത്. മമ്മൂക്കയുടെ കാര്യം പറഞ്ഞല്ലോ, ഫസ്റ്റ് റൊമാൻറ്റിക് ഹീറോ ആണെന്ന്. അപ്പൊ അത്രയും ആ സ്റ്റാർട്ടിങ് സമയത്ത് മമ്മൂക്ക ഓൾറെഡി എല്ലാവരുടെയും മറ്റേ ഇന്ന് ഞാൻ പറഞ്ഞു, അന്ന് എനിക്ക് ഒരു ബോധരേഷൻ അന്ന് എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര, ഞാൻ ഒബ്വിയസ്ലി സ്കൂൾ കുട്ടിയായിരുന്നു. അപ്പം ഞാൻ മമ്മൂക്കോട് പറഞ്ഞു, മമ്മൂക്ക ഓരോ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് 5 സ്റ്റാർ വേണം. അപ്പോൾ 5 സ്റ്റാർ മൂപ്പര് മറ്റേ ഒരു പാക്കറ്റ് 5 റുപ്പീസിൻ്റെ 5 സ്റ്റാർ ഉണ്ടായിരുന്നു അന്ന്, അത് തരും, ഞാൻ ഡയലോഗ് പറയും. സോ ഇന്ന് ഞാൻ പറയാണ് ഐ ആം സോ ഹാപ്പി ആൻഡ് സോ പ്രിവിലേജ്ഡ്. ഈ പ്രിവിലേജ് അന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു, അതിന് ഇമ്പോർട്ടൻസ് അറിയില്ല. അന്നൊന്നും നമ്മൾ അത്രയും ഒരു സീരിയസ് ആയിട്ട് വെച്ചാൽ ഓക്കെ 50,000 റുപ്പീസ് സാലറി ആണ്. സോ ഐ വാസ് മോർ ഹാപ്പി അബൌട്ട് 50,000. എൻ്റെ കസിൻസിൻ്റെ കൂടെ ഞാൻ ഇത് ചെയ്യും, അല്ലാതെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ചേച്ചി പറഞ്ഞിരുന്നു, ഇപ്പം അമ്മ പ്രസിഡന്റ് ആയിട്ടും ചേച്ചിക്ക് ഓണം എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി, ബട്ട് സ്റ്റിൽ അവിടെ ഓണം പ്രോഗ്രാംസും കോർഡിനേഷൻസും എല്ലാം ആയിട്ട് അങ്ങനെയും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മന്ത്. അമ്മയിലോ? അമ്മയിൽ ഈ പ്രാവശ്യം നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പ്രാവശ്യം ഓണം കിറ്റ് ഒരു എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഓണം കിറ്റ് കൊടുക്കണം. അതല്ലാതെ നമ്മളിപ്പോൾ തൽക്കാലത്ത് നമ്മൾ എല്ലാവരും കുറേ അക്കൗണ്ട്സും കുറേ പേപ്പർ വർക്ക്സും അതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. മണിയുടെ കാര്യം പറഞ്ഞപ്പോ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ആയോ? ഇല്ല, ഞാൻ എല്ലാ തവണ കാണുമ്പോഴും യൂട്യൂബ് എനിക്ക് യൂട്യൂബ് ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ആരോ പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോ എന്റെ 2 മില്യൺ ഉണ്ടാവും, ചിലപ്പോ 1.9 ആവും. എനിക്കൊന്നും അറിയൂല ഇത് എന്താ നടക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്കിപ്പോ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഒരു ദിവസം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നന്നായിട്ട് ഹെൽത്തി സദ്യ ഫാമിലിന്റെ കൂടെ ആസ്വദിച്ച് നല്ല എന്താ പറയാ ഹെൽത്തി ആയിട്ട് കുറച്ച് ഓക്കെ, കുറച്ച് ഓണം നെയ്യൊക്കെ ഒഴിച്ച്. നെയ്യ് നന്നായി ഒഴിക്കാം. നെയ്യ് നല്ലതാ, അതെ ഗുഡ് ഫാറ്റ് എന്നല്ലേ പറയുന്നത്? എനിക്ക് അതറിയില്ല. നെയ്യ് നന്നായി കഴിക്കണം, നെയ്യും വെളിച്ചെണ്ണ എല്ലാം കഴിക്കണം. നമ്മൾ മലയാളികളാ. ഐ സേ നോ ജോയ്. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.